മുഖ്യമന്ത്രി കസേര ലക്ഷ്യമാക്കി വർഗീയ ശക്തികൾക്ക് കുടപിടിച്ച് അവരുടെ തണലിൽ സുരക്ഷിതനായി നിൽക്കുന്ന നേതാവെന്നാണ് വി.ഡി. സതീശന് വെള്ളാപ്പള്ളി നൽകിയ വിശേഷണം. ആദർശവും മതസൗഹാർദ്ദവും പ്രസംഗിക്കുന്ന യു.ഡി.എഫ് നേതൃത്വത്തിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ അടവുകളും സാമുദായിക ഇരട്ടത്താപ്പും പരസ്യമായി തുറന്നുകാട്ടിയാണ് വെള്ളാപ്പള്ളിയുടെ രൂക്ഷ വിമർശനം കേരള രാഷ്ട്രീയത്തിൽ പുതിയ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമെന്ന ലക്ഷ്യം മുൻനിർത്തി രാജാവിനേക്കാൾ വലിയ രാജഭക്തിയായി വർഗീയവാദികൾക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ് വി.ഡി. സതീശൻ എന്നാണ് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തിയത്. അനുഗ്രഹവും ആനുകൂല്യവും നേടാനുള്ള ഈ അടവ് നയം യു.ഡി.എഫിന്റെ യഥാർത്ഥ ഭരണമുഖം എന്താണെന്ന ചോദ്യമാണ് കേരള സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനമെന്ന രാഷ്ട്രീയ മോഹം മുൻനിർത്തി സതീശൻ നടത്തുന്ന അടവ് നയം കേരള രാഷ്ട്രീയം തിരിച്ചറിയണമെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. തിരുവനന്തപുരത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിനെതിരെ വി.ഡി. സതീശൻ നടത്തിയ വിമർശനമാണ് പുതിയ വാദങ്ങൾക്ക് തിരികൊളുത്തിയത്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി നടത്തിയ ആ വിമർശനം പിന്നോക്ക സമുദായങ്ങളോടുള്ള വൈരാഗ്യത്തിന്റെ തെളിവാണെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നുണ്ട്. ഒരു പിന്നോക്കക്കാരനായ എന്നെ ഒരു പിന്നോക്ക സമുദായക്കാരനായ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറ്റിയത് സതീശന് ഇഷ്ടമായില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഈഴവ വിരോധമെന്നാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ കയറിയത് വലിയ കുറ്റമായി കാണുന്നവരെ ഊളംപാറയിലേക്ക് അയക്കേണ്ട സമയമാണ് എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. വി.ഡി. സതീശന് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്വരമാണെന്നും ലീഗിനെ സുഖിപ്പിച്ച് അധികാരത്തിലേക്ക് കയറാനുള്ള രാഷ്ട്രീയ അടവാണ് അദ്ദേഹം കളിക്കുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നും മുമ്പും അങ്ങനെ തന്നെയായിരുന്നു എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. NSSനെയും SNDPയെയും തമ്മിൽ തല്ലിച്ചത് യു.ഡി.എഫ് രാഷ്ട്രീയമാണെന്നും ഇനി NSSുമായി കലഹത്തിനില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. കുരങ്ങനെ കൊണ്ട് ചുടുചോർ മാന്തിച്ചതുപോലെയാണ് യു.ഡി.എഫ് ചെയ്തത് എന്ന പരാമർശവും അദ്ദേഹം നടത്തി. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണിതെന്നും കേരളം മതസൗഹാർദ്ദത്തിന്റെ മാതൃകയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ലെന്നും കലാപങ്ങൾ നടന്നത് യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്താണെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. മാറാട് കലാപം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഇപ്പോൾ വീണ്ടും കലാപം സൃഷ്ടിക്കാനാണ് തന്റെ മലപ്പുറം പ്രസംഗം വളച്ചൊടിച്ച് വിവാദമാക്കുന്നതെന്നും ആരോപിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് വിമർശിച്ചതെന്നും പക്ഷെ നുണ പറഞ്ഞ് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയമാണ് ലീഗ് നേതൃത്വം സ്വീകരിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. കെ സുധാകരൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തെ നിരന്തരം വിമർശിച്ച് പുറത്താക്കിയതും സതീശന്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഉദാഹരണമാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. വാക്കുകളിൽ മിടുക്കനാണ്, പക്ഷെ പ്രവൃത്തിയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈഴവ സമുദായത്തെ കറുവേപ്പിലയായി കാണാമെന്നാണ് വിചാരിക്കുന്നുവെങ്കിൽ സതീശന് വലിയ തെറ്റുപറ്റിയെന്ന് വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകുകയാണ്. വി.ഡി. സതീശൻ തന്റെ കർമ്മം കൊണ്ട് ചെയ്യട്ടെ, ഞാൻ എന്റെ കർമ്മം ചെയ്യുമെന്ന വാക്കുകളോടെ പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വെള്ളാപ്പള്ളി തയ്യാറാണെന്ന സൂചനയും നൽകി. വെള്ളാപ്പള്ളിയുടെ ഈ കടുത്ത ആക്രമണം യു.ഡി.എഫ് നേതൃത്വത്തിന്റെ വർഗീയത, സാമുദായിക അവഗണന, രാഷ്ട്രീയ ഇരട്ടത്താപ്പ് എന്നിവയുടെ പേരിൽ വീണ്ടും പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.